റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പച്ചില ചാർത്തുകൾ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നലെ കയറിയ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിനുള്ളിലാണ് ഞാൻ എന്നുള്ള കാര്യം. സഹയാത്രികരൊക്കെ എങ്ങോ ഇറങ്ങി. ഇപ്പോൾ കുറച്ച് ബാഗുകൾ മാത്രം കാണാം. ഞാൻ ഇറങ്ങേണ്ട സ്റ്റേഷനിലേക്ക് ഇനിയും കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഉറങ്ങാൻ തീരുമാനിച്ചു. സമയം രാവിലെയാണ്. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ബെർത്തെല്ലാം കാലിയായിരിക്കുന്നതാണ്. മാത്രവുമല്ല, ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയതാനും. കുറച്ച് യാത്രക്കാർ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ട്രെയിൻ സ്പീഡ് കുറച്ച് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കൊപ്പം ഞാനും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. സാധാരണയായി ഈ ട്രെയിനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ കൊണ്ട് ഈ പ്ലാറ്റ്ഫോം മുഴുവൻ നിറയുന്നതാണ് കാണാറുള്ളത്. ഇതാണ് ബാംഗ്ലൂരിലെ ക്രാന്തിവീര ശങ്കുലി രായണ്ണ റെയിൽവേ സ്റ്റേഷൻ. തിരക്ക് കുറഞ്ഞ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് ലക്ഷ്യമാക്കി ഞാനും നടക്കുകയാണ്. സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് വിവിധ പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്കാണ്. ഓവർ ബ്രിഡ്ജിലൂടെ നടന്നു നീങ്ങുന്ന മറ്റ് യാത്രക്കാരെ പോലെ ഒരാളായി ഞാനും എസ്കലേറ്റർ വഴി റെയിൽവേ സ്റ്റേഷൻ്റെ പൂമുഖത്തേക്ക് നടന്നു നീങ്ങുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഈ ഷോപ്പുകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. യാത്രക്കാരുടെ ഇടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് യാത്രക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന നിരവധിയായ ടാക്സി ഡ്രൈവർമാരെയാണ്. അവരെ കൂടാതെ പിന്നെ കാണുന്നത് ഈ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്ന പോർട്ടർമാരെയാണ്. മനോഹരമായി ഡിസൈൻ ചെയ്ത് പണിതിട്ടുള്ള റൂഫിന് കീഴിലൂടെയുള്ള ഫുട്പാത്തിലൂടെ മെയിൻ റോഡിനെ ലക്ഷ്യമാക്കി ഞാൻ പോകുകയാണ്. പിന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ കാണാറുള്ള ആപ്പാന ഇപ്പോഴും അവിടെ നിൽക്കുന്ന കാര്യം. വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് റെയിൽവേ സ്റ്റേഷന് വേണ്ടി അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ആ കാണുന്ന മരങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അണ്ടർപാസ് വഴി മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് വേണമെങ്കിൽ എനിക്ക് പോകാം. പക്ഷേ ഞാൻ അത് ഒഴിവാക്കി റോഡിലെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിലെ പ്രശസ്തമായ പച്ചയും മഞ്ഞയും കലർന്ന ഈ ഓട്ടോകളുടെ സമീപത്തു കൂടി ബാംഗ്ലൂർ നഗരത്തിൻ്റെ നീറ്റ്നെസ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. ഇതെല്ലാം CNG ഓട്ടോകളാണ്. ഇത്തരം ഓട്ടോകൾ മുമ്പ് ഗുജറാത്തിലാണ് കണ്ടിട്ടുള്ളത്. ഫുട്പാത്തിന് സമീപമുള്ള ഷോപ്പുകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. ആകാശം രാവിലെ തന്നെ മേഘാവൃതമാണ്. മൊബൈൽ ആക്സസറിയിൽ വിൽക്കുന്ന ഈ കട കണ്ടുകൊണ്ട് ഇരുമ്പ് ഗോപുരങ്ങളിൽ നടന്നു കയറി ചെല്ലുന്നത് മുകൾ നടപ്പാലത്തിലേക്കാണ്. ഈ നടപ്പാലത്തിലൂടെ നടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടർപാസ് ഒഴിവാക്കിയത്. സാധാരണയായി ഈ മേൽ നടപ്പാലം യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞു കവിയാറാണ് പതിവ്. ഈ നടപ്പാതയിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് മജസ്റ്റിക് ബസ് സ്റ്റാൻഡും നീണ്ടുപോകുന്ന ഹൈവേയും അതിനടുത്ത് മനോഹരങ്ങളായ ബിൽഡിങ്ങുകളും ഒക്കെയാണ്. സ്റ്റെപ്പ് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ റോഡും പരിസരങ്ങളുമെല്ലാം സജീവമായി വരുന്നതാണ് കാണുന്നത്. ഹൈവേയിൽ നിന്നും പ്രത്യേകമായി പണിതിട്ടുള്ള ഈ വോക്ക് വേയിലൂടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡെങ്കിലും വലിയൊരു ഗ്രൗണ്ടാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിനുള്ളിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഭിത്തിയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു കലാരൂപത്തെയാണ്. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അടുത്തു തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. കുറച്ച് നേരത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം കർണാടകയിലെ പ്രശസ്തമായ ഈ ഡിഷ് കഴിക്കാൻ തീരുമാനിച്ചു. ഈ ഡിഷിൻ്റെ പേരാണ് റൈസ് ബാത്ത്. അതിനുശേഷം ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും തൊട്ട് അപ്പുറയുള്ള മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. എൻ്റെ ഇടതുവശത്ത് കാണുന്നത് മജസ്റ്റിക്കിലെ മെട്രോ സ്റ്റേഷനാണ്. ഞാനീ നടക്കുന്ന ഫുട്പാത്തിൻ്റെ അടിയിൽ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്നും ആ സ്റ്റേഷനിലൂടെ ധാരാളം ട്രെയിനുകൾ പോകുന്നും ഉണ്ടെന്ന കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ അതുപോലെയുള്ള ധാരാളം മരങ്ങളെ പരിപാലിച്ചു പോരുന്നത് കാണാം. അങ്ങനെ ഒടുവിൽ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ആ കാണുന്നതെല്ലാം കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളാണ്. അങ്ങനെ കുറച്ച് നേരത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം എനിക്ക് പോകേണ്ട ബസ് കണ്ടെത്തി അതിനുള്ളിൽ കയറി ചുറ്റുപാടുകളെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്.
മറ്റ് ചില സംസ്ഥാനങ്ങളെപ്പോലെ കർണാടകയും അവരുടെ മാതൃഭാഷയെ അമിതമായി സ്നേഹിക്കുന്നത് കാരണം മറ്റു ലാംഗ്വേജിലുള്ള ഒരു ബോർഡും ഇവിടെ കാണാനില്ല. അങ്ങനെ KSRTC ബസ് തിരക്കേറിയ ബാംഗ്ലൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ധാരാളം മരങ്ങളും പച്ചപ്പുകളും കൊണ്ട് നിറഞ്ഞ ഈ റോഡിലൂടെ ബസ് സഞ്ചരിച്ച് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റോഡ് ചെന്ന് ചേരുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് നാഷണൽ ഹൈവേയിലേക്കാണ്. ഹൈവേയിൽ ചെല്ലുമ്പോൾ കാണുന്നത് വാഹനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. സമയം രാവിലെ 9 മണി പോലും ആയിട്ടില്ല. അതിനുള്ളിലാണ് ഹൈവേയിൽ ഈ കാണുന്ന തിരക്ക്. ഇതുപോലെ ദിനംപ്രതി ലക്ഷക്കണക്കിന് വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസിനെയും സിഗ്നലിംഗ് സംവിധാനത്തെയും ഓർത്തുകൊണ്ട് KSRTC ബസ്സിൽ ഇരുന്നു കൊണ്ട് ഈ തിരക്കേറിയ ഹൈവേയിലൂടെ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. അവിടെ ഇടതു സൈഡിൽ മനോഹരങ്ങളായ നിർമ്മിതികളൊക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.